ഹലോ കേസ് അങ്ങനെ രാവിലെ തന്നെ എബ്രൂസ് യാതൊരു ബന്ധമില്ലാത്ത വീട്ടിൽ വിരുന്ന് വന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. എന്നോട് ചെറിയൊരു മുടയാണ്, കാരണം ഞാൻ ആദ്യം ഒന്നും അവനെ പോയി എടുത്തില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി വിളിക്കാൻ നോക്കിയപ്പോൾ ചേട്ടായി എണീറ്റിട്ടുണ്ട്, പക്ഷേ എഴുന്നേറ്റ് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് രാവിലെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല കുട്ടിയായിരിക്കും. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ കേട്ടോ, പിന്നെ എല്ലാം യാന്ത്രികം പോലെ അങ്ങ് നടന്നോളും. കുളിക്കലും കഴിക്കലും യൂണിഫോം ഇടലും ഒക്കെ അങ്ങ് നടന്നോളും. പിന്നെ ഇപ്പോൾ ഈയിടെയായി ഞങ്ങൾ ചേട്ടായിനെ കൊണ്ടാക്കാൻ വേണ്ടി വഴി വരെ പോയി നിൽക്കുന്നുണ്ടോ. വേറെ നല്ല ഒരു നടപ്പും ഒക്കെ ആകുമല്ലോ. അങ്ങനെ ചേട്ടാനേക്കാളും മുന്നേ ഉണ്ണിയേട്ടൻ ഫസ്റ്റിന് മുന്നേ എബ്രൂസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നാലെ ഞാൻ ബാഗുമായിട്ടുണ്ട്. അങ്ങനെ അവനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് എന്താ എന്നുള്ള പ്രസ്തുത ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി കേട്ടോ. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും. ചക്കയുടെ സമയമായ മലയാളികളുടെ ഒരു വീട്ടിൽ പോലും ഈ ചക്കക്കുരു ഇല്ലാത്ത കറി ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ അതറിഞ്ഞുകൊണ്ട് ഇതൊഴുക്കി ഇടയ്ക്ക് ആളൊരു മിസ്സായി കേട്ടോ. ഞാൻ നോക്കി അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും ഇതേ പുതപ്പിനുള്ളിലുണ്ട് കേട്ടോ. അവിടുന്ന് വന്നിരുന്നപ്പോഴേക്കും വീണ്ടും അവനെ കാണാണ്ടായി കേട്ടോ. ഇത്തവണ അവൻ പൗഡറിലാണ് കളി, അവൻ്റെ പതിവ് പരിപാടിയാണ് കേട്ടോ. ഞാൻ കൈയോടെ പിടിച്ചപ്പോഴേക്കും പൗഡർ പൂശാനെന്ന വ്യാജേന എന്നെ പറ്റിക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഞാൻ വിളിച്ചു വന്ന് കാർട്ടൂണൊക്കെ കണ്ടിരിക്കുക. ഇതിനിടയിൽ കറിക്കുള്ളതും വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇനി ഈ ചക്കക്കുരു സാറിനെ വിത്ത് അകമ്പടിയോടെ മുരിങ്ങക്കോലും മാങ്ങയും പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ആയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ തിളച്ച് മറിയാനായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഇച്ചിരി ജീരകം, വെളുത്തുള്ളി, ചെറുള്ളി, കുറച്ച് തേങ്ങയും ചിരകി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അങ്ങനെ കറി തിളച്ച് പിന്നെ ഉള്ളത് മൂപ്പിക്കലാണ്. കറിക്കെടുത്തതിൻ്റെ ശേഷം ബാക്കി വന്ന ചക്കക്കുരു ഞാൻ വെറുതെ വിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊരു ഷെയ്ക്ക് അടിച്ചാലോ. അങ്ങനെ പപ്പടവും വറുത്തു. ആ കുളത്തിൽ തന്നെ ഞാനൊരു ഷേക്കിനുള്ള പരിപാടികളും തുടങ്ങി കേട്ടോ. അപ്പം ഇച്ചിരി ഏലക്ക പൊടിച്ചതും ഐസ് ക്യൂബും പിന്നെ പാലും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട്. ബാക്കി വന്ന മാങ്ങ കൊണ്ട് ഞാനൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ഉച്ചയൂണ് അങ്ങനെ ഗംഭീരമാക്കി കേട്ടോ. അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ ഞാൻ ആ ഷേക്ക് കുടിച്ചത്. അല്ലെങ്കിൽ നേരത്തെ കുടിച്ച് ഞാൻ വേറെ നിറഞ്ഞാലോ. അങ്ങനെ ഗ്യാസൊക്കെ കയറി നാളെ പടമായില്ലെങ്കിൽ അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.